ആദ്യമായി കേരളത്തിലെ പ്രസിദ്ധമായ എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും ഇൻക്ലൂഡിങ് ന്യൂസ് പേപ്പർ ആൻഡ് പ്രസിദ്ധ ചാനലുകൾ എല്ലാവർക്കുമായി എൻ്റെ തല കീഴുന്ന ഒരു നമസ്കാരം. ഇത് പറയാൻ കാരണം വളരെ വിഷമിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഓർമ്മയുണ്ട്, ജനുവരി മാസത്തിൽ തിരുനാവായയിൽ മഹാമാഘോത്സവം കുംഭമേള നടക്കുകയുണ്ടായി. ആ കുംഭമേള തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ നമുക്കറിയാം, കുംഭമേള അവിടെ തുടങ്ങിയപ്പോൾ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ യാതൊരു വിധത്തിലും സഹകരിക്കാതെ കുംഭമേള തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ തഹസിൽദാരെ കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ ഇറക്കിയതും നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്തതും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ മാഘമഹോത്സവ കമ്മിറ്റി അവരുടെ റിസ്കിൽ ആനന്ദവനം സ്വാമി തന്നെ മുൻകൈയിട്ടിറങ്ങി. ആനന്ദവനം സ്വാമി പറഞ്ഞാൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം പഴയ ഒരു SFIക്കാരനാണ്. കേരളവർമ്മ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ ചിന്താഗതിയിൽ നിന്നെല്ലാം, അതായത് അതിൽ നടന്ന് എന്താണ് കമ്മ്യൂണിസം, എന്താണ് അവിടെ നടക്കുന്നത് പുള്ളി തിരിച്ചറിഞ്ഞു. ശരിയായ ജീവിത രീതിയിൽ അദ്ദേഹം എത്തി. ഇന്ന് അഗാഢ സ്വാമികളുടെ വലിയ ഒരു സന്യാസിയായി മാറി. ആനന്ദവനം സ്വാമി ആണ് ഈ കുംഭമേള ഇവിടെ തുടങ്ങാൻ നേതൃത്വം കൊടുത്ത് ഇറങ്ങിയത്. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ തിരുനാവായ മുകുന്ദ ക്ഷേത്രം. അതായത് ത്രിമൂർത്തി സംഘമാണ് അവിടെ നടക്കുന്നത്. അവിടെയാണ് പണ്ട് കാലത്ത് അവിടെ നടന്നിരുന്ന ആ പുരാതന കാലങ്ങളിൽ നടന്നിരുന്നതിൻ്റെ പാരമ്പര്യമായിട്ട് അത് വീണ്ടും അത് നിന്നുപോയതാണ്. അതായത് നമുക്കറിയാം, ഈ മാപ്പിള ലഹളയും അതിനോടനുബന്ധിച്ച് വലിയ തോതിലുള്ള മതപരിവർത്തനവും ഒക്കെ നടന്നതും പലരുടെയും തലവെട്ടി ദൂർക്കിണർ ഈ പരിസരത്താണ് ഉള്ളത്. ആ ചരിത്രമൊക്കെ വേറെ ചരിത്രം നോക്കി പഠിച്ചാൽ കൂടുതൽ, ഇതിന് സമയം കളയാനില്ലാത്ത കാരണം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ നിലപാട് തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് തീരുമാനം എടുക്കുക, എന്നിട്ട് ഈ തലയൊക്കെ വെട്ടുക. അങ്ങനത്തെ ഒരു തറയുണ്ട്. പക്ഷേ അത് ഇന്നൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലാണ്. എന്നാൽ പോലും അവിടെ വസ്തു എഴുതി പുരാവസ്തുവിൻ്റെ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ പോയ ആർക്കും എപ്പോഴും കാണാം. പക്ഷേ ഈ നിലപാട് തറ കാണണമെങ്കിൽ ഒരാളുടെ പ്രോപ്പർട്ടിയുടെ, പ്രൈവറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടിയിലേക്ക് കടന്നു പോകണം. അത് ക്രമിച്ച് കയറണം, അല്ലെങ്കിൽ സമ്മതത്തോട് കയറി കാണേണ്ടി വരും. എന്തൊക്കെ ആയാലും ഈ തിരുനാവായയിൽ പഴയ കാലത്ത് നടന്ന ആ വലിയ ഉത്സവം ഇവിടെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. ഈ ഉത്സവത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പറയുമ്പോൾ കുറേ പറയാനുണ്ട്. അതായത് ഇത് ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ പലരും ആ സമയത്ത് ഈ മഹായാഗത്തിന് വരാറുണ്ട്, ഈ കുംഭമേളയ്ക്ക് വരാറുണ്ട്. അതായത് പൊന്നാനി കടപ്പുറത്ത്, അതായത് പൊന്നാനിയിലെ പോർട്ട് എന്ന് തന്നെ പറയാം, അവിടെ പല രാജ്യങ്ങളിൽ നിന്നും പായക്കപ്പൽ, അന്ന് ഇന്നത്തെ മാതിരി ഷിപ്പൊന്നുമില്ല, ആ പായക്കപ്പലുകൾ അവിടെ വന്ന് നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയുമോ? കാരണം കച്ചവടം. അതായത് ഇവിടെ ഒരുപാട് ജനങ്ങൾ കൂടും, ഒരുപാട് കച്ചവടങ്ങൾ നടക്കും. ആ കച്ചവടത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം സാധനങ്ങളുമായി പായക്കപ്പലുകളിൽ വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് പൊന്നാനിയിൽ നിന്ന് തിരുനാവായയിൽ വന്ന് ഈ യാഗ അല്ലെങ്കിൽ കുംഭമേള സ്ഥലത്ത് തമ്പടിച്ച് മാസങ്ങളോളം, 6 മാസവും ഒക്കെ അവിടെ താമസിച്ച് കച്ചവടം ചെയ്ത് തിരിച്ചു പോകും. ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു പുരാണങ്ങളിൽ. അതിനുശേഷമാണല്ലോ ഇവിടെ വന്ദേമാതരം പാടിയവർ തന്നെ അത് പാടാൻ പാടില്ല, അതിൽ വിഭാഗീയത ഉണ്ടാക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു, മതം മാറ്റുന്നു, ഹിന്ദുക്കളെ
ഭൂരിഭാഗവും പിടിച്ച് മതം മാറ്റുന്നു. വാര്യകുന്നൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. വാര്യകുന്നൻ്റെ ചുറ്റുപാടത്, അതായത് ആ പ്രദേശത്തെ പല പുരാതന ഹിന്ദു കുടുംബങ്ങൾ, നമ്പൂരി കുടുംബങ്ങൾ, അല്ലെങ്കിൽ നായർ കുടുംബങ്ങൾ, ഈഴവ കുടുംബങ്ങൾ ഒക്കെ അവർ കൂട്ടത്തോടെ മതം മാറ്റി. ഏറനാടൻ താലൂക്ക് എന്ന ആ സ്ഥലത്ത് തന്നെ പറയാം. ഈ ഏറനാടൻ താലൂക്കിലാണ് അന്ന് മലയാള രാജ്യമാണ്, അതായത് സ്വതന്ത്ര രാജ്യമായിട്ട് വാര്യകുന്നൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വന്തം കറൻസി വരെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കാലോ, ഇന്ന് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനത്തിൻ്റെ ഉടമ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തറവാട് ഈ കൽപ്പകഞ്ചേരിയിൽ ആർക്കും ഇപ്പോഴും പോയി കാണാൻ പറ്റും. ആ വലിയ തറവാട് ഒരു നമ്പൂരി ഇല്ലമാണ്. ആ ഇല്ലത്തിൻ്റെ മുമ്പിലുള്ള ആ തറവാട്, ഈ ആസ്റ്റർ മെഡിസിറ്റിയുടെ ആസാദ് മൂപ്പൻ്റെ തറവാട്ട് ഇപ്പോഴും ആർക്കും ചെന്നാൽ അവരിപ്പോൾ കയറ്റാണ്ടിരിക്കുന്നില്ല. അവരെല്ലാ വിസിറ്റേഴ്സിനും അലോ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും വിശാല മനസ്കരാണ് ആ കുടുംബം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, അതായത് എളാപ്പയോ വലിയപ്പോ പെട്ട കുടുംബം അവിടെ ഇപ്പോഴും ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുക. അദ്ദേഹം വളരെ സരസനും വളരെ ലളിതമായ ഒരു വ്യക്തിയാണ്. എല്ലാ കഥകളും പറയാൻ പുള്ളി ഇപ്പോഴും തയ്യാറാണ്. ആ പഴയ നമ്പൂരി ഇല്ലം ഇന്ന് ഈ മുസ്ലിം തറവാടായിട്ട് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ആ പഴയ കാലത്തെ അവരുടെ ആ മുതുമുത്തച്ഛനായ കാർന്നലയുടെ ആ നമ്പൂതിരിപ്പാടിൻ്റെ പേര് ഇപ്പോഴും ആ ചുമരുകളിൽ അതൊന്നും അവരെടുത്തു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഹിന്ദു ഫാമിലികളെ ഈ കലിപൂണ്ട ഈ തീവ്ര സ്വഭാവമുള്ള ഇവർ വന്ന് ആക്രമിച്ച് മതം മാറ്റിച്ച് ഒരുപാട് ഫാമിലി. ഇത് ഒരു ഫാമിലിയെ പറഞ്ഞുള്ളൂ. ഈ ആസാദ് മൂപ്പൻ്റെ തറവാട് നിങ്ങൾക്ക് എപ്പോഴും പോയി കാണാം. കൽപ്പകഞ്ചേരി ഈ പറയുന്ന ഏറനാടൻ താലൂക്കിലാണ്. അതിൻ്റെ പരിസരത്താണ് ഈ തിരുനാവായ ക്ഷേത്രം. അവിടെയാണ് അന്നത്തെ ഈ ഉത്സവം നടക്കുന്നത്. ആ കുംഭമേള വന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തോളം ആഘോഷം തന്നെയാണ്. അവിടെ വലിയ കച്ചവടം. ലോകരാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വരും. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വരും. വലിയൊരു ജനപ്രളയമായിരിക്കും. വലിയ തോതിലുള്ള കച്ചവടങ്ങൾ അവിടെ നടക്കണ കാരണമാണ് ഈ ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തു നിന്നും പോർച്ചുഗീസ്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ UK എല്ലായിടത്തു നിന്നും പായക്കപ്പലുകൾ പൊന്നാനി കടപ്പുറത്ത് വന്ന് നിന്ന് അവിടെ നിന്ന് അവർ ഈ തിരുനാവായ ഈ പറയുന്ന യാഗഭൂമിയിൽ കുംഭമേള സ്ഥലത്തേക്ക് അവർ വരും. എന്നിട്ട് വന്ന ഒരു 6 മാസം 1 കൊല്ലം അവിടെ തമ്പടിച്ചിട്ടാണ് തിരിച്ചു പോവുക. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ടൊരു സംഭവമായിരുന്നു. ജനങ്ങൾ കൂടുന്ന ഒരു വലിയ സംഭവമാണ്. അവിടെ തിരുനാവായയിൽ ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ ആ തിരുനാവായ ക്ഷേത്ര പരിസരത്തുള്ള വീടുകൾ, ഒരുപാട് വീടുകളുണ്ട് റോഡിൻ്റെ 2 സൈഡിലും. പല വീടുകൾക്കും ശരിയായ ആധാരമില്ല. സത്യത്തിൽ അവർക്ക് തന്നെ അറിയാം, ആ വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാം ഇത് അമ്പലത്തിൻ്റെ സ്വത്താണ്, കയ്യേറിയതാണ്. അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ അറിഞ്ഞുകൊണ്ട് വേറെ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ സ്ഥലം തിരിച്ച് ഈ ക്ഷേത്രത്തിന് കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ നല്ല രീതിയിൽ ഇവിടെ ആരും ഒരു പ്രശ്നം തീർക്കില്ലല്ലോ. അത് നമ്മൾ ബാബർ മസ്ജിദിൽ കണ്ടതല്ലേ. ബാബർ പടച്ചോനൊന്നുമല്ല, പക്ഷെ അത് പിത്തനുണ്ടാക്കി വലിയ സംഭവമാക്കി. അതുപോലെ തന്നെ ആയിരിക്കും ഇനി തിരുനാവായയിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ അമ്പല പരിസരത്ത് താമസിക്കുന്ന കുടുംബക്കാർക്ക് അറിയാം, അവർക്ക് ശരിക്കും ആധാരമില്ല. ഈ രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷൻ കാരണം അവർക്ക് വീട് വയ്ക്കാൻ പറ്റി, താൽക്കാലികമായി നികുതി അടയ്ക്കാൻ പറ്റുന്നു. അവർക്ക് സ്വന്തമായിട്ട് ആർക്കും തന്നെ ആധാരം ഇല്ല. എന്നാൽ പോലും അവർക്ക് അറിയാം ഇത് അമ്പലത്തിൻ്റെ ലാൻഡാണ്, കയ്യേറിയതാണ് എന്നൊക്കെ അറിയാം. അവർക്ക് വേറെ സ്ഥലം ഒരു ഒത്തുതീർപ്പ് ചർച്ച ചെയ്ത് അവർക്ക് കൊടുത്താൽ അവർ ആ സ്ഥലത്തേക്ക് മാറാനും ഇത് അമ്പലത്തിന് തിരിച്ചു കൊടുക്കാനും ഈ കുംഭമേളയൊക്കെ ഇനി വലുതാവുകയാണെങ്കിൽ അവിടെ സ്ഥലപരിമിതി ഒരുപാടുണ്ട്. ഈ വീടുകളൊക്കെ അവിടെ നിൽക്കുകയാണ്. അത് തിരിച്ചവർ കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അത് വെച്ച് രാഷ്ട്രീയം കളിച്ച് അതും വോട്ടാക്കി മാറ്റും. അതാണ് ഇനി ഭാവിയിൽ ഇവിടെയൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ ആ പ്രശ്നം തീർക്കില്ല. ഒന്നാമത്തെ കാര്യം, കുംഭമേള തന്നെ മുടക്കാനായിട്ടാണ് ഈ രാഷ്ട്രീയക്കാരൻ നടക്കുന്നത്. അതാണല്ലോ ഈ കുംഭമേള വീണ്ടും വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്റ്റോപ്പ് മെമ്മോ അവിടെ പുറപ്പെടുവിച്ചു ഭരിക്കുന്ന ഭരണകൂടം. എന്താണെന്നും അറിഞ്ഞില്ല. പക്ഷേ
ആ കമ്മിറ്റിയുടെ സ്വന്തം റിസ്കിൽ അവിടെ കഴിഞ്ഞ വർഷം അത് ഭംഗിയായി നടന്നു. അവിടെ സകല പലരും ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തു. പക്ഷേ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാവ് പോലും ആ പരിപാടിയിലേക്ക് എത്തി നോക്കിയില്ല. അതേ സമയത്ത് ഈ നേതാക്കൾ, ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ, ഇതൊരു ഹിന്ദുവിൻ്റെ ആഘോഷമാണ്, അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതേ സമയത്ത് മാനമ കൺവെൻഷൻ പമ്പയിലും AP അബ്ദുൽ മുസ്ലിയാരുടെ ഒരു കൺവെൻഷനും നടന്നിരുന്നു. അവിടെയൊക്കെ പോയിട്ട് ഈ നേതാക്കൾ രമേശ് ചെന്നിത്തല, അധീശൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയി കുമ്പിടുന്നു, മറ്റിടത്തും പോയി കുമ്പിടുന്നു. അതേമാതിരി പിണറായി വിജയൻ ഒരു മത്സരമായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ പോയി കുമ്പിട്ട് കാല് പിടിക്കാനൊക്കെ. ഒരു ഹിന്ദുവിൻ്റെ ഈ കുംഭമേളയിൽ അവർ എത്തി നോക്കിയില്ല, അന്വേഷിച്ച് വന്നില്ല. അത് മുടക്കാൻ നോക്കി, സ്റ്റോപ്പ് മെമ്മോറക്കി. പക്ഷേ കമ്മിറ്റിയുടെ ആ ആർജവം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം അത് അവിടെ നടന്നത്. ഈ വർഷം അതിലും ഗംഭീരമായി നടക്കാനുള്ള പ്രാരംഭ കമ്മിറ്റിയുടെ മീറ്റിംഗ് 2 ദിവസം മുന്നേ തിരുനാവായയിൽ നടന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ തിരുനാവായയിൽ ഈ കുംഭമേളയെ നശിപ്പിക്കാനായി, അത് കലക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വളരെ ഓർഗനൈസ്ഡ് ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തപ്പെട്ടിരുന്നു. ആദ്യം ഇത് പിടിക്കപ്പെട്ടത് ഈ കുംഭമേളയുടെ 2ാമത്തെ ആഴ്ച പാലക്കാട്, അതായത് പാലക്കാട്, കറക്റ്റ് ലൊക്കേഷൻ പറയാം, പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ആ റോട്ടിൽ നിന്ന് രാത്രി സമയത്ത്, ഒരു ഈവനിങ് കഴിഞ്ഞ് ഇരുട്ടാവുന്ന 8 മണി സമയത്ത് ഒരു ലോറി പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ പോലീസിന് അലർട്ടുണ്ടായിരുന്നു ഈ കുംഭമേള ഉള്ള കാരണം പ്രശ്നം വന്നാൽ ഭരണം ഭരിക്കുന്നവൻ്റെ പേരടിക്ക് വരുമല്ലോ. അപ്പോൾ അവർക്ക് പേടിയുണ്ട്. അപ്പോൾ പോലീസും അവരൊക്കെ കൂടിയിട്ട് വളരെ ശക്തമായിട്ട് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണത്തിലും ചെക്കിങ്ങിലും തന്നെ ആയിരുന്നു ഈ കുംഭമേള ഇവിടെ നടക്കണ കാരണം. അങ്ങനെ ഈ ചെക്കിങ്ങിൻ്റെ ഭാഗമായി പാലക്കാട്ടേക്ക് തമിഴ്നാട്ടിൽ നിന്നും കയറി വന്ന ഒരു പച്ചക്കറി ലോറി പെട്ടെന്ന് കണ്ട അതിൻ്റെ മുകളിലൊക്കെ തണ്ണിമത്തനൊക്കെ നിരത്തി ഇങ്ങനെ വെച്ച് പച്ചക്കറി ഇങ്ങനെ വരികയാണ്. പോലീസുകാർ അത് വാളയാറിൽ നിന്ന് പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ലോറീനെ. അങ്ങനെ ഈ ലോറീനെ പെട്ടെന്ന്, അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലോറി സ്പീഡിൽ പോകാൻ തുടങ്ങി. പോലീസിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി, പരസ്പരം ഒരു മത്സരമൊക്കെ. എന്തിനു പറയുന്നു, പാലക്കാട് ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ച് ക്രോസ് ചെയ്ത് നിർത്തി ലോറി തടഞ്ഞു. അപ്പോഴും ചാടി നോക്കുമ്പോൾ മുകളിൽ മുഴുവൻ പച്ചക്കറിയാണ്, ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ മുകളിലിരിക്കുന്ന പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തണ്ണിമത്തനും ഉള്ളിൽ മുഴുവൻ ഭയാനകമായ അതിഗംഭീരമായി പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കളായിരുന്ന ആ ലോറി മുഴുവൻ. ഇത് 2026 ഫെബ്രുവരി മാസം ബുധനാഴ്ച രാത്രി, അതായത് ഡേറ്റ് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഡേറ്റ് വരുന്നത്, അതായത് ആദ്യത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടന്നത്. ഏകദേശം 18,000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ, 18,000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ, 4,800-ലധികം ഡിറ്റണേറ്ററുകൾ. അപ്പോൾ ഇത്രയും വലിയ ഒരു ശേഖരവുമായിട്ടാണ് ഈ വണ്ടി വരുന്നത്. മുകളിൽ മുഴുവൻ തണ്ണിമത്തനും പച്ചക്കറിയും നിരത്തി വെച്ചിരിക്കുന്നു. അതും കാർഡ്ബോർഡ് പെട്ടികൾ മുകളിൽ വെച്ചു എന്ന് മാത്രം. ആദ്യം ഈ ലോറി തടുത്തപ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടി. ആ ഡ്രൈവറിനെ പിടിച്ചു. ഡ്രൈവർ തമിഴ്നാട്ടുകാരനായിരുന്നു അന്ന്. പോലീസ് പിടിച്ചു. ആ ന്യൂസ് അത് കഴിഞ്ഞ് ഒന്നും അറിഞ്ഞില്ല, അതവിടെ തന്നു. അന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ഇത് കുംഭമേള ദിവസം ഇങ്ങനെ സ്ഫോടക വസ്തു കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കുംഭമേള കലക്കാനായിട്ടുള്ളതായിരിക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു ന്യൂസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് മലപ്പുറത്ത് നിന്ന് അതിലും വലിയ ശേഖരവുമായിട്ട് അതിലും വലിയൊരു ലോറി പിടിക്കുകയാണ്.
ആ ലോറി പിടിക്കുമ്പോൾ TA ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മലപ്പുറത്തുകാരനെയും പിടിച്ചു. ഈ ഹാരിസിനെ പിടിച്ചപ്പോൾ ഇത് കഥ മാറാൻ തുടങ്ങി. അന്വേഷണം പോയി. കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോയി. ചുരുക്കം പറയാൻ ഒരു 12 പേരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയൊരു സംഭവം കേരളത്തിൽ, ഇത് UP-യിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ആണെങ്കിൽ അയ്യോ ഇവിടെ അന്തിച്ചർച്ച, ചാനലുകളിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം പരസ്പരം ചർച്ച, പലതും നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇത് UP-യിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, കേരളത്തിലായ കാരണം എല്ലാവരെയും കണ്ണു മൂടിക്കെട്ടി, ഒരു ചാനലും മുണ്ടുന്നില്ല, ഒരു പത്രവും കാണുന്നില്ല, ഒരു പത്രവും പറയുന്നില്ല. പക്ഷേ നമ്മുടെ NIA അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ വാർത്തകൾ മുഴുവൻ വിശദമായിട്ട് അതിലുണ്ട്. ഈ പിടിച്ച 2 സ്ഫോടക വസ്തു വേറെ സ്ഥലത്തുനിന്നും പിടിച്ചു, 3 സ്ഥലത്തു നിന്നാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരുന്നു എങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? അതൊക്കെ പൊട്ടിത്തെറിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും ജനം TV ഒഴികെ ഒരാളും മുണ്ടിയില്ല, ഒരാളും പറഞ്ഞില്ല, ഒരാളും പറയാൻ അവരുടെ നാവ് പൊന്തിയില്ല. അവരുടെ അണ്ണാക്കിൽ നേന്ത്രപ്പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നാട്ടിൽ, കേരളത്തിൽ പിടിക്കപ്പെട്ടതാണിത് മുഴുവൻ. NIA-യുടെ ആ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായി 12 പേരെ പിടിച്ചതും ഇത് ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ കലാപമുണ്ടാക്കാൻ കൊണ്ടുവന്നതാണെന്ന് പോലും അവരുടെ സൈറ്റിൽ പറയുന്നുണ്ട്. ഈ വിഷയം പ്രസിദ്ധീകരിച്ച പ്രധാന മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ദ ഹിന്ദു, ഡെക്കാൻ ഹെറാൾഡ്, ഇന്ത്യൻ എക്സ്പ്രസ്, ഇവരാണ് ഈ ന്യൂസ് എഴുതിയിട്ടുള്ളൂ. ആകെ ഒരു ചാനലിലാണ് അത് പറഞ്ഞത്, ജനം TV. വേറെ എല്ലാവരും കണ്ണുപൊട്ടന്മാർ, ഒരാളും പറഞ്ഞില്ല. നോക്കി, എന്തൊരു ഭയാനകമാണിത്. ഇത് രഹസ്യമാക്കി വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? ഈ ജട്ടി ഊരി കൺഫേം ചെയ്ത് ഭാര്യയുടെ മുന്നിൽ വെച്ച് 26 പേരെ വെടിവെച്ച് കൊന്നതിനെക്കാട്ടിയും വലിയ സംഭവമായിട്ട് മാറില്ലേ? ഈ 10, 20, 30 ലക്ഷം കൂടി നിൽക്കുന്നിടത്ത് ഈ ബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും മഹാമാഘ കമ്മിറ്റിയോട്, കുംഭമേള കമ്മിറ്റി പെരുന്നാവായിലെ കൂടിയ കമ്മിറ്റിക്കാരോട്, ഞാനും കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ആളായിട്ട് മുന്നിലുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഈ പരിപാടി വളരെ ഇതിലും ഗംഭീരമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നൊക്കെ ന്യൂസ് കണ്ടു. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു സംഭവം മുന്നിൽ കണ്ട് അത് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് അതിനു വേണ്ട തയ്യാറെടുപ്പുകളും എടുത്തിരിക്കണം. കാരണം നമ്മുടെ ജനങ്ങളാണ്, നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരുമാണ്. അവർക്കൊന്നും പറ്റാത്ത തരത്തിൽ ഇത് വീണ്ടും നടക്കണം. ഭരിക്കുന്നവൻ എന്തായാലും സഹകരിക്കില്ല. അത് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഭരണം. അത് സഹകരണമൊക്കെ പ്രതീക്ഷിക്കേണ്ട. കമ്മിറ്റി തന്നെ വളരെ ശക്തമായിട്ട് അത് ഓരോ തരത്തിലും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ഒരു വലിയ സംഭവമായി മാറ്റണം. തീർച്ചയായും അന്ന് കുംഭമേളയുടെ റിപ്പോർട്ട് പോലും ഇവിടുത്തെ ചാനലുകാർക്ക് അത് അവിടെ പോയി ഇത്രയും ജനം കൂടണമല്ലേ? എന്തൊക്കെ ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്? അവരുടെ ചാനലിൽ ഒരു ബിസിനസ് ഉണ്ടാവണ കാര്യമില്ലേ? എത്ര ചാനൽ അത് അവസാനമായപ്പോൾ ചില ചാനലുകാരൊക്കെ കയറി വന്നു. കാരണം ജനം കൂടിയത് കണ്ടപ്പോൾ ഇനി പറ്റില്ല, കാരണം മറ്റേ ചാനൽ വരും എന്നൊക്കെ വിചാരിച്ച് അവസാനമായപ്പോൾ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ
ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചത് ഒരു ചാനലുകാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം പുതിയ കമ്മിറ്റി അവിടെ ഓരോ ആസൂത്രണങ്ങളും വളരെ തയ്യാറെടുപ്പോടുകൂടി തന്നെ അതിന് മുൻകൈ എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം പലതരം ഫാൾട്ടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രാവശ്യം ചെല്ലുന്തോറല്ലേ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഓരോ ഹോളുകൾ അടച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ പ്രാവശ്യം അത് കൂടുതൽ ഭംഗിയായി കൂടുതൽ ഗംഭീരമായിട്ട് സംഭവിക്കട്ടെ എന്ന് മുകുന്ദ ഭഗവാന്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.